ഇല്ലാത്തതൊക്കെ എന്റെ മൊളാലിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ബാബു. നമുക്ക് 2020 ഇന്ന് 2020യോ? ഇന്ന് നമുക്ക് 2020 കളിക്കാം ഇവിടെ. വേണ്ട എന്ന് വെക്കുമ്പോ തലേ കേറിയിരുന്ന് എല്ലാം കൂടെ മുടി വെട്ടണം. ഒരുത്തന് ഞാനേ ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് ചെല്ലാൻ നിന്റെ അവൻ വെയിലത്ത് നിൽക്കുവാൻ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് ചെല്ലാൻ അങ്ങോട്ട്. ബുള്ളറ്റ് എല്ലാരുണ്ട്. നമുക്ക് മളാലിനെ ഇറങ്ങണം. മളാലി ഇങ്ങോട്ട് വന്നേ. നീ എനിക്കും ചോദിക്കാനുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് ചേട്ടാ ഒരു വണ്ടി കിട്ടുമോ? ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? ഈ മാറി നിൽക്കുന്ന ചക്കയാണ് ബാബു. അതല്ല അങ്ങനെ വിളിക്കല്ലേ, പേര് കേക്കും. ബാബു ബാബു സെറ്റ് എന്റെ ഡേവിഡ് ആരും ബാബു ബാബുന്ന് വിളിക്കല്ലേ. നമുക്ക് സോമെന്ന് വിളിക്കാം. സോമു സോമു വെറുതെ ബാബു ബാബുന്ന് കേൾക്കും മലയാളിക്ക് ദേഷ്യം വരും. സോമു അങ്ങനെ വിളിക്കല്, ബാബുവിന് വിളിക്കല്ലേ, ബാബുവിന് വിളിക്കല്. ഡേവിഡ് എല്ലാവർക്കും എന്ത് വേണോ തരാ, ബാബുവിന് മാത്രം വിളിക്കല്ലേ. ഇല്ല വാസുവാണ് കലിപ്പാണ് മുഖത്തായിരിക്കും നല്ലത്. നോക്കിട്ട് പറ്റും. ഇതാരാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്? ഇതാരാണ്? മിന്നലാണ്. ബാബു 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 ഒന്നും പറയണ്ട, പിടിച്ചു. അത് ചെവിയൊക്കെ അവിടെ നിക്ക്. നിന്നെ ഞാൻ വണ്ടിയിൽ ഇരുത്തിയതാണോ? എന്നെ ആരും വലിച്ചിറക്കി മലയാളി വണ്ടീനെ? വലിച്ചിറക്കിയോ? ഇല്ല മലയാളി, അറിയാതെ ഇറങ്ങിയതാണ് മലയാളി. വണ്ടി ഇരിക്കാം. ഒരു മിനിറ്റ്. കീരിയും ബാബു മാത്രം വന്ന വണ്ടിയിലോട്ട് കയറിയ. ആ മലയാളി നീ എന്തോടെ ഒപ്പിച്ചേ? കിട്ടുന്നത് പാടി എനിക്ക് ഫുള്ള് വേണ്ട കേട്ടല്ലോ. ആ പെണ്ണിന്റെ വയറ്റിലുണ്ടാക്കി വെച്ചിട്ടേ ചീവീട് ചക്ക ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ആരാണ് എന്റെ കാരണം ബഹളം? അവിടെ ഫോൺ വിളിക്കുമ്പോ എന്തായിരുന്നു നിന്റെ റിംഗ് ടോൺ? ഇപ്പൊ ചക്ക നിനക്കല്ലേ? നിന്റെയൊക്കെ എല്ലാ കിഴപ്പും ഞാനിപ്പോ മാറ്റിത്തരാം. കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം? സീരിയസ് ആയിട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ ബാബു? ജോക്കി ചേട്ടന് ഞാൻ സാറ്റലൈറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാ എന്റെ കല്യാണം നടത്തിത്തരാം. ഞാൻ ഇപ്പൊ നടത്തിത്തരാം. വെയിറ്റ് ചെയ്യ. വണ്ടി എന്താ ഇങ്ങനെ പോകുന്നേ? വണ്ടി എന്താ ഏറിക്കൂടെ പോകുന്നേ? നമുക്ക് മട്ടേന്റെ മണ്ട പോലെ മലയാളി. മണ്ടേ പോലല്ല. നീ വെളിയിലോട്ട് ഇറങ്ങി. ഇറങ്ങാൻ പറ്റത്തില്ല. കീരി ഇങ്ങോട്ട് വന്നേടാ. ഞാൻ ഫ്രൂട്ട്സ് വേണമെന്നല്ലേ പറഞ്ഞേ? മലയാളി എല്ലാം കണ്ടുപിടിച്ചു കലൻ. മലയാളി എനിക്ക് ഒരു കാര്യമുണ്ട് മലയാളി. അങ്ങനെ നിനക്ക് എന്താ വേണ്ട? കോണ്ടോ? അല്ല മലയാളി, നടല്ല മലയാളി. മണിക്കൂർ കെട്ടാൻ പറ്റോ? നീ ഇവനെ ഒന്ന് നോക്കിയേ. ലുക്കൊക്കെ മാറി. എന്തോ അത്? നീ ആരാടാ? ബാബു അല്ലേ? ഷർട്ടൊക്കെ തുറന്നിട്ട് പാന്റ് കറുത്ത ഉടുപ്പ് ഒക്കെ അല്ല വാസന, ഞാൻ കാര്യം പറയട്ടെ? റോമിയോയോ? അല്ല മലയാളി, അല്ല വാസന പോണതിന് മുമ്പ് ബംഗാളി ബാബു ആയിരുന്നു. ഇപ്പൊ റോമിയോ ബാബു. അങ്ങനെ 4-5 പെമ്പിള്ളാർ അവന്റെ അപ്പുറവും ഇപ്പുറവും. നിനക്ക് വാരിത്തരാൻ പെണ്ണുങ്ങള്, നിന്നെ ഊട്ടിക്കാൻ പെണ്ണുങ്ങള്, നിന്നെ വെള്ളം കുടിപ്പിക്കാൻ പെണ്ണുങ്ങള്. നീ സൂപ്പർ. ആരും മറുപ്പ് കൊള്ളാം. നിന്റെ വിചാരം? നീ ബാബു വണ്ടി വണ്ടി കയറാ. ഓടിക്കോ വണ്ടി കയറിക്കോ, എല്ലാത്തിനും കിട്ടും. ഹലോ, കേക്കൊന്നുമില്ല. മൊലാലി ഉണ്ട് വണ്ടിയിൽ. മൊലാലി കേക്കോ വരാം. ആ മൊലാലി ഞാൻ പോകുമ്പോ കസ്റ്റമർ കെയർ. അതൊരു പെണ്ണിന്റെ സൗണ്ട് അല്ലേ? മൊലാലി കടുപ്പായാലോ? കസ്റ്റമർ കെയർ പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. എന്നെ പെൺപിള്ളേരെ ഇപ്പൊ വിളിക്കണല്ലോ മൊലാലി. എന്തോ പറ്റി സിറ്റിക്ക്. നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് എവിടെ കയറി പോകുന്നത്? നിങ്ങൾ പുറത്തു നിന്നാ മതി. മൊലാലി പെട്രാ മുടി.
വെട്ടറാ മുടി. ഇത് ലിപ്സ്റ്റിക് ബാബു. ഇതെന്തോ ലിപ്സ്റ്റിക്? ലിപ്സ്റ്റിക്കോ? ദൈവമേ. ഫോൺ വെക്കടാ. കണ്ടോ? ഒരു സെക്കൻഡ്, ഇതെങ്ങനെ ഫോൺ കൈവണ്ണം ലിപ്സ്റ്റിക്. നീ എന്താ ഗേ ആണോ? അതല്ല, അത് ഞാൻ വെച്ചതല്ല. എന്റെ പിള്ളേരൊക്കെ ആ സത്യം. ലിപ്സ്റ്റിക്കും തേച്ച് മുടിയും വളർത്തി ഷർട്ടും തുറന്നിട്ട് നീ ആരാ നിന്റെ നെഞ്ചൊക്കെ കാണിക്കാൻ? ഋത്തിക് റോഷനോ? ദൃഷ്ടിക്ക് ദോഷം വരായിരുന്നു മതി. ഓ എടാ ഇതെങ്ങനെയുണ്ട് മലയാളി? മുടി വെട്ടടാ ബാബു. മുടി വെട്ടിട്ട് പഴയ മുടിയാക്കടാ. മര്യാദക്ക്. പഴയ മുടിയാക്കിക്കോ. ഇതെന്തോ ആക്ക ഒരു സെക്കൻഡ് തരൂ. ഇതെവിടെ പോയിട്ട് പറയാൻ മുടി? അവന്റെ കറുത്ത പാന്റും വെള്ളക്കോണാനും. അത് ഡ്രസ് തുറന്നിട്ടിരിക്കണ എന്തിനാണാവോ? അത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോ ബട്ടൺസ് പൊട്ടിപ്പോയതാണ്. വർക്കൗട്ടോ? എന്തോ വാസോണനെ പോവാൻ സമയമില്ല. വർക്കൗട്ട് ഇവിടെ പോയി മുടി. ആ മലയാളി കളർ ബ്രൗൺ അല്ലേ? ആ ഓക്കെ. ഇനി എന്തെങ്കിലും മാറ്റണോ? ലിപ്സ്റ്റിക് മാറ്റണോ മലയാളി? കളർ ലിപ്സ്റ്റിക് മാറ്റാ. മര്യാദക്കെല്ലാം അത് എവിടുന്ന് പറഞ്ഞു എനിക്കറിയില്ല. എങ്ങനെ ഇരുന്ന പയ്യനാ? അയ്യോ എന്തോ പണിയൊന്നു. ഇവിടെ തന്നെ ഷർട്ട് ഇടാൻ പറ്റുമോ? ഇല്ല മലയാളി, അപ്പുറത്തെ കടയിൽ പോണം മലയാളി. വണ്ടി കയറി. ഇനി ഫോൺ എടുത്താ ഒന്നും നോക്കത്തില്ല, വെടിവെക്കും. ഈ ഫോൺ അറിയാതെ ഞാൻ വിളിച്ചിട്ട് വെറുതെ ആരെങ്കിലും പോവാൻ വിളിക്കും, കൈ വരും. വണ്ടി കയറി. നിനക്കൊക്കെ ഈ ഫോണിൽ എന്തോടാ പരിപാടി? എനിക്ക് ഞാൻ കളഞ്ഞു, ബോണസ് കളഞ്ഞു. എന്റെ കൂടി പറഞ്ഞ റമ്മി കളിക്കാണ്, പക്ഷെ ഇവ IPL കളിക്കുന്നത്. എവിടെയത്? ഇവിടെയാണ് മലയാളി, ഇവിടെ തന്നെയാണ്. ഇവിടെ ഡോറിന്റെ ഡോറിൽ ഇറങ്ങാം. അല്ല എന്നാലും റമ്മി കളിക്കണം പറഞ്ഞ നീ IPL കളിക്കലോടാ നീ. പറയാൻ നിനക്ക് മടിയുണ്ടോ നോക്കി എന്നോട്? അല്ല ഞാൻ അവളെ ഉദ്ദേശിച്ചത്. മതി മാറ്റാം. ഹലോ, സമ്പർക്കം പോയോ? സമ്പർക്കം ഒന്നും പോയില്ല. തുണി മാറ്റാ. അയ്യോ എല്ലാരും മാറ്റണം. അല്ല മലയാളി ഇല്ല, ഞാൻ അറിയാതെ ഇല്ല മലയാളി ഒന്നുമില്ല. നിന്റെ പഴയ ഉടുപ്പിടണം. നിന്റെ പഴയ ഞാൻ തപ്പുന്നുണ്ട് മലയാളി. പറ ഉടുപ്പ് ഇതെവിടെ? ബാക്കി എവിടെ? ആ എന്റെ കിട്ടി. ഈ ചെട്ടിന്റെ കളർ മണ്ണ. ആർക്കാ ഉമ്മ മലയാളി ഒരു ഉമ്മ കൊടുക്കൂ. ഷൂ മാറ്റാ. ഷൂ മാറ്റണം മലയാളി. മലയാളി ചെരുപ്പ് വേണ്ട. മറ്റേ നിന്റെ ഷൂസ് ഇട്ടോ, മറ്റേ ക്രോക്സ് ഇട്ടോ. ആണോ? ഓക്കെ. മലയാളി ബ്രീഡ് ഓക്കെ. ഇതല്ലേ മലയാളി? കോട്ട് മാറ്റ്. കോട്ടോ ഇതെവിടെ വന്നു? ഇത് എവിടെ നിന്ന് വന്നു നിനക്ക് അറിഞ്ഞൂടാ? എന്നാ മാറ്റം മലയാളി? എടുത്തിട്ട് എവിടെ തോന്നുന്നു? നല്ല കോട്ട്. ബാബു ആ കേട്ടാ അച്ഛമ്മ കോൺ മലയാളി ഇത് കൊള്ളാമോ? ഇത് കൊള്ളത്തില്ല. കോട്ട് വേണ്ട. കോട്ട് ബെഡ കടിച്ചതാ. കൊറേ അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ആ പക്ഷെ പറയല്ലേ ചേട്ടാ. അയ്യോ ഇവിടെ സിറ്റിയിലെ പിള്ളേർക്ക് വരെ അറിയാം. അല്ല ഇതെന്തോ എന്റെ കയ്യിലൊരു ബാഗ്. നിന്റെ കാലിൽ എന്തോടെ വെച്ച് കെട്ടിയേക്കുന്നേ? ആ എനിക്കറിയൂട്. നിനക്കൊക്കെ പാഷൻ ആണോ ഇവിടെ? പാഷൻ കാണിക്കുവാണോ നീ? നന്നായി. ഇതാണോ നിന്റെ പഴയ ഡ്രസ്? മഞ്ഞ കാണാനില്ല മലയാളി. മഞ്ഞ കണ്ടുപിടിക്കടാ. കണ്ടുപിടിക്കണോ? നീ മഞ്ഞ ഇട്ടിട്ട് ഇറങ്ങിയാ മതി ഇവിടുന്ന്.
അറിയില്ല മലയാളി. പുതിയൊരു ഹെഡ്ഫോൺ ഒന്നും വേണ്ട, കേട്ടാ മതി നീ. ആ മലയാളി. എന്താ അറിയാം. ഫോണിലാണോ ഇല്ല മലയാളി, അറിയാതെ വന്നതാണ്. വേണ്ടി ഫോൺ എടുത്തതാണ്. ആ മലയാളി എല്ലാം ഊരി കളഞ്ഞു. കണക്കാത്താരാണ് പാട്ട് വെച്ചേക്കുന്നെ? പടക്കാത്ത എനിക്ക് പാട്ടില്ലല്ലോ. തൊപ്പി അല്ലടാ വെക്കാൻ പറഞ്ഞത്, കണ്ണടയാ. ഇതാ ഞാൻ വെച്ചിരിക്കുന്ന പോലെ നല്ല കണ്ണട. വാസണ ആ നമുക്കൊരു ഫ്രൂട്ട്സ് കട തുടങ്ങിയാലോ? ഫ്രൂട്ട്സ് നിന്റെ അച്ഛന് ജ്യൂസ് അടിച്ചു കൊടുക്കാനോ? ഇതേപോലെ അതിപ്പോ വാങ്ങിച്ചാലും കൊടുക്കാലോ. അതെ, പിന്നെന്തിനാ എനിക്കൊരാഗ്രഹം. നിനക്ക് എന്തൊക്കെ ആഗ്രഹം ഇല്ലാത്തത്? നിനക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? നിന്റെ സ്വഭാവം വെച്ചിട്ടേ നിനക്കൊക്കെ ഫ്രൂട്ട്സ് കടയല്ല വാങ്ങിച്ചു തരണ്ടേ? പിന്നെ ഞാൻ വേണ്ട പറയുന്നില്ല ഞാൻ. അല്ല എന്നാലും പറ, എന്തായിരിക്കും? ചിലപ്പോ എനിക്ക് അറിയുന്നുള്ള എന്തെങ്കിലും ആയിരിക്കും. അയ്യോ നിനക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അവള് വയറ്റത്തിൽ ലോഡും കൊണ്ട് നടക്കുമായിരുന്നു. ഇത് വന്ന് നിന്റെ ഹെഡ്സെറ്റ് പുറത്ത് ഇത് കുറച്ച് മോഡേൺ ആണ്, ഇത് വേണ്ട. ഇത് വേണ്ട, മറ്റേ ഇത് കൂടിയ ഹെഡ്ഫോണാ. ഇത് വേണ്ട, പഴയത് മതി. കുറഞ്ഞത് മതി. ബോട്ടിന്റെ മതി, ബീറ്റ്സിന്റെ വേണ്ട. ബോട്ടിന്റെ ഹെഡ്ഫോൺ മതി. നീ ബീറ്റ്സ് ഒന്നും വെക്കാറായിട്ടില്ല. സംഭവം എന്താണെന്നറിയാവോ? ഈ ലുക്കിൽ ഇറങ്ങിയോ പിള്ളേർ ബാക്കിൽ വന്നത് മനസ്സിലായോ? ട്വീറ്റ് എന്തെങ്കിലും വന്നോ നോക്കിയേ. ട്വീറ്റോ? ഇനി വന്നേ. ബാബുവിനോട് ഞാൻ മിണ്ടൂല. റബേക്ക അതെന്തോ ആരായി റബേക്ക? ഓ നമ്മളന്ന് ചമ്പ. ഓക്കെ ഓടിയാലോ ബാബു? ഹലോ ചേട്ടാ, ഡേവിഡ് തല്ല് കൊള്ളിക്കരുത്. ആരുടെ റബേക്ക? ചെമ്പക്ക അത് തന്നെയാണ്. ആ മലയാളി റബേക്ക എന്തിനാ ട്വീറ്റ് ചെയ്തപ്പോ? എനിക്കെങ്ങനെ അറിയാം മലയാളി? നീ ഇങ്ങോട്ട് നിന്നെ ഒന്ന് കാണട്ടെ. നമ്മള് അടുത്തുണ്ട്, വരാം പലരിലോട്ട് പോരും. മലയാളി ബലിയിൽ ഇരുട്ടല്ലേ, കണ്ടു ലൈറ്റ് ഇട്ട് പോയി നിന്നാരാ. അവനെ നോക്കി എന്ത് ഭംഗിയുണ്ട് നോക്കിയേ. ഇതാണ് എന്റെ ബാബു. നീ മോളിൽ നിന്നോണ്ട് എന്നെ വിളിച്ചു വല്ല കാര്യം. അവന്റെ ജാക്കറ്റും ഞാൻ വിളിക്കാം. അവന്റെ ഷർട്ട് തുറന്നിട്ടുള്ള